നിങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫാമിലിയിൽ ജനിച്ചു വളർന്ന് ഇപ്പോഴും റിച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്ക്. അല്ല, നിങ്ങളൊരു മീഡിയം റേഞ്ചിലുള്ള അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ആണ്, നിങ്ങൾക്കിനി +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ +1 കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ലക്ഷങ്ങൾ കൊടുത്ത് പഠിക്കാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക. ലക്ഷങ്ങൾ കൊടുക്കാനുള്ളവരാണെങ്കിൽ, എത്ര തന്നെ പൈസ ചോദിച്ചാലും കൊടുക്കാനുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്ക്, ഒരു പ്രശ്നമില്ല. മക്കളെ, ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 31-നാണ്. ഡിസംബർ 31-നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയുള്ള നിങ്ങൾക്കുള്ള മാസം ശരിക്കും മോഡൽ എക്സാം ഏകദേശം ഫെബ്രുവരി പകുതിയിലേക്ക് തുടങ്ങാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിലേക്കുള്ള ദിവസം, ആകെയുള്ള ദിവസം 45 ദിവസമാണ്. ക്രിസ്മസ് എക്സാമിനെ പറ്റി ആലോചിച്ചിരുന്ന് ടെൻഷൻ അടിച്ച് കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിക്കലേ ഉണ്ടാവുള്ളൂ. കാരണം കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കഴിഞ്ഞതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ലടാ, അതിനെപ്പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പോയ ട്രെയിൻ ഉണ്ടല്ലോ, ട്രെയിൻ പോയി, നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടെത്തുന്നത് ഒന്ന് ആ ട്രെയിൻ നമുക്ക് പിടിക്കാൻ പറ്റുമോ, ഒന്ന് ആ ട്രെയിനിലേക്ക് അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും ആ ട്രെയിനിലേക്ക് എത്തിപ്പെടാൻ പറ്റുമോ, അതൊരു ഓപ്ഷനാണ്. പക്ഷെ അത് 99% സാധ്യമല്ല. കാരണം ട്രെയിന് പോയി കഴിഞ്ഞു, പിന്നെ എവിടെയെങ്കിലും ഭാഗ്യത്താൽ പിടിച്ചിടണം. രണ്ടാമത്തെ ഓപ്ഷൻ, നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് ഇനി എപ്പോഴെങ്കിലും ട്രെയിൻ ഉണ്ടോ, അല്ലെങ്കിൽ ബസ് ചൂസ് ചെയ്യണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടാക്സി വിളിക്കണോ. ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള 2 ഓപ്ഷനുള്ളൂ. മക്കളെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് 99% എന്നല്ല, 100% ഇനി ക്രിസ്മസ് എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന കാര്യം ഒരൊറ്റ കാര്യമാണ്, ഈ 45 ദിവസം കൊണ്ട്, ഈ 45 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി +2 കുട്ടികളോട് ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. +2 കുട്ടികളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് +1 മാർക്ക് ചിലപ്പോൾ കുറഞ്ഞവരുണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിൽ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ പോലും മാർക്ക് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് +2 നല്ല മാർക്ക് വാങ്ങിയാലേ പാസ്സാവുള്ളൂ. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. +1 നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടാവും. ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എവിടുന്ന് ക്ലാസ്, എങ്ങനെ ഇതിൻ്റെ ക്ലിയർ ആക്കാൻ പറ്റും എന്നൊന്നും യാതൊരു വിധ ഇതുണ്ടല്ലോ. മക്കളെ, നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് ഫ്രീ തന്നാലോ? +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ തരാൻ പോണ്. +1 ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പോണ്, ഫ്രീ തരാൻ പോണ്. പക്ഷേ വെറുതെ തരുന്നതല്ല. വെറുതെ തന്നു കഴിഞ്ഞാൽ ഒരു കാര്യത്തിനും അതിൻ്റെ മൂല്യമുണ്ടാവില്ല. അതായത് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന മണൽ പോലെ, മുന്നിൽ കിടക്കുന്ന കല്ലുകൾ പോലെ സ്വർണം കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള വിലയുടെ ഒരംശം പോലും വില സ്വർണത്തിനുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? അത് വെറുതെ കിട്ടുന്നതായതുകൊണ്ട്. വെറുതെ കിട്ടുന്ന ഒന്നിനും വില ഉണ്ടാവില്ലടാ. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് നമുക്ക് വിലയില്ല, കാരണം ഒരുപാട് കിട്ടുന്നുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഗൾഫ് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വില കൊടുക്കുമ്പോൾ വെള്ളത്തിന് വാല്യൂ ഉണ്ട്. വെറുതെ മുഖം കഴുകാറില്ല, വെറുതെ കാല് കഴുകാറില്ല, കുളിക്കുന്നതിന് വരെ ഒരു പരിധി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് മക്കളെ നമ്മൾ പറയുന്ന ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. +2-ലുള്ളത് നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, ഡിസംബർ 31 ലാസ്റ്റ് ഡേറ്റ് ആണ്. അതായത് 1999 രൂപയ്ക്ക് നമുക്ക് ബൂസ്റ്റർ ബാച്ച് തരാം. അതായത് 45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് +2 നിങ്ങളെ പഠിപ്പിക്കും. പിന്നെ അതുപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ മക്കളെ, നമ്മുടെ ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, നിങ്ങളോട് പറയാൻ, നിങ്ങളെ നോക്കാൻ, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസുകാരെ നോക്കാൻ ഒരാളും തിരിഞ്ഞു നോക്കാനില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വന്തമായി വേണമെങ്കിൽ പഠിച്ചോ എന്ന് പറഞ്ഞ പോലെ. പക്ഷേ എജുപോർട്ട് ഉണ്ട് മക്കളെ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ, +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫീസൊന്നും കൊടുക്കാൻ കഴിയാത്തവരാണെന്ന് എനിക്കറിയാം. ഇനി കഴിയുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു രജിസ്ട്രേഷനും വേണ്ട. കാരണം നിങ്ങൾ ജസ്റ്റ് പാസ്സായിട്ട് എങ്ങനെയെങ്കിലും പോയിട്ട് 2 ലക്ഷം 3 ലക്ഷം കൊടുത്ത് പഠിക്കുമെന്നാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് പൈസൻ്റെ കാര്യത്തിൽ ഒരു ആവറേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിൽ, മക്കളെ, ഇത് നിങ്ങൾക്ക് തരുന്ന അവസാന ചാൻസാണ്. ഈ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടാവില്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. നിങ്ങൾ പോയ ട്രെയിനിനെ പറ്റിയിട്ടോ, പോയ ബസ്സിനെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതിനെ പറ്റിയിട്ടോ, പോയ എക്സാമിനെ പറ്റിയിട്ടോ ചിന്തിച്ചിരിക്കാതെ, ഇനി വരാൻ പോകുന്ന എക്സാം, പബ്ലിക് എക്സാം, എങ്ങനെ നിങ്ങൾക്ക് ഫൈനൽ മത്സരമാണ്. ഇതിൽ തോറ്റു കഴിഞ്ഞാൽ ഇനിയൊരു ഫൈനൽ മത്സരം വരാനില്ല. പിന്നെ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി പാസ്സായി പോവേണ്ടി വരും. മക്കളെ, ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് നിങ്ങൾ ലിങ്ക് ഉണ്ടാവും, ബൂസ്റ്റർ ക്രാഷ് ബാച്ച് എന്നുള്ള ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുക. നമ്മൾ ഇവിടുന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും, സെറ്റാക്കി തരും. ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? ഹാപ്പി ആയിരിക്കുക.